സിനിമയ്ക്ക് മുൻപ് ആദ്യം കണ്ടുമുട്ടിയത് ഞാനും രാജേണ്ണൻ കണ്ടുമുട്ടിയിട്ടില്ല. നിങ്ങളുടെ ഒരു നഗരത്തിന്റെ ആളുകളാണോ? ഒരു ബോർഡിൽ ഞാൻ കണ്ടു അഭിനയം പഠിപ്പിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അഭിനയം പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കലയാണോ? പറ്റും, പഠിക്കേണ്ടത് തന്നെയാണത്. അല്ല, നമ്മള് ഒരു പരിപാടി, ഒരു ചെറിയ സ്കെച്ച് ഉണ്ടാക്കിയാൽ അത് അവതരിപ്പിക്കാൻ ഒരു വേദി വേണമല്ലോ. അങ്ങനെയുള്ള വേദികളാണ് ഇപ്പൊ ആള് പറഞ്ഞത്. മതി, കുറച്ച് തമാശയൊക്കെ പറഞ്ഞത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിന്റെ ആദ്യത്തെ പടം ഒന്നില്ലെങ്കിൽ തൃശ്ശൂർ പേര് അത് കഴിഞ്ഞിട്ടാ കിളിത്തം കഴിച്ചാണ് തൃശ്ശൂർ ഇയോബിന്റെ പുസ്തകം. ഒന്നാമത് ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞ സമയത്ത് ഒക്കെ ഈ തല കാണിച്ചു എന്ന് പറയാവുന്ന പരിപാടികൾ മാത്രമേ ആദ്യം ചെയ്തിട്ടുള്ളൂ. ഇയോബിന്റെ പുസ്തകമായാലും തൃശ്ശൂർ ക്ലിത്തായാലും. പിന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് മധുര മനോഹരമോഹം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഒരു ക്യാരക്ടർ ചെയ്യണത്. മധുര മനോഹരം അല്ല, അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഈ ചെറിയ വേഷം ചെയ്തു എന്നുള്ളൊരു ദുഃഖം തോന്നാറുണ്ട്? കാര്യമില്ലല്ലോ അല്ലേ? ചിലപ്പോ നമ്മൾ ചെയ്ത ചെറുതാവില്ലേ, കുറച്ച് ഇടയ്ക്ക് വേഷം തന്നെ ഉണ്ടാവില്ല സിനിമ. ഷോർട്ട് ഫിലിം അതായത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മള് പറഞ്ഞല്ലോ, സിനിമ നമ്മള് ആഗ്രഹിച്ചിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷെ സത്യത്തില് നമ്മള് പിന്നാലെ പോയിട്ടില്ല സിനിമയുടെ. അങ്ങനെ അധികം പോയിട്ടില്ല. സിനിമ സുനിൽ സൂര്യല്ലേ നിരന്തരം ഷോർട്ട് ഫിലിമുകൾ എടുക്കുമായിരുന്നു സ്വന്തം. ഇന്ത്യൻ ഭാഷകളിലുള്ള സംസ്കൃതം എടുത്തിട്ടുണ്ട്. ഇന്ത്യൻ തന്നെ സ്ഥിരം വേട്ടമൃഗങ്ങളിൽ പരീക്ഷണ വസ്തുക്കൾ. അതിനിടയ്ക്ക് മകൻ ഒരു സിനിമ നാടകമായിട്ട് ബന്ധപ്പെട്ട ഗ്രാംഷി ആള് വൈൽഡ് ഡിസൈനറാണ്. അല്ല, അത് പ്രതാപേട്ടൻ പറഞ്ഞിട്ടാണോ അതോ ഇഷ്ടപ്പെട്ടു? അല്ല, ആള് ചെറുപ്പം മുതലേ നമ്മുടെ നാടക സംഘത്തില്, കുട്ടികളുടെ നാടക സംഘത്തിൽ വന്നിരുന്നു. അപ്പൊ ചെറുപ്പം മുതലേ അഭിനയിച്ചിരുന്നു. പിന്നെ ആള് ഡ്രാമ സ്കൂളിൽ ചേർന്നു, ആൾക്ക് അഡ്മിഷൻ കിട്ടി. പിന്നെ അവിടെ കഴിയാറായി. കഴിഞ്ഞ പടം എന്റെ ഒപ്പം ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടർ ആയ പടത്തിൽ അവനായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ. കഴിഞ്ഞ അച്ഛൻ പറയുന്നത് കേൾക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ല, ആ കുഴിയിൽ വീണ്ടും വീഴണ്ടല്ലോ. അല്ല, രാജേട്ടൻ അങ്ങനെ എന്തെങ്കിലും പാരമ്പര്യം ഉണ്ടോ നാടകമോ സിനിമയൊക്കെ ആയിട്ട് മുൻപ് ആരെങ്കിലും? ഞാൻ ഇങ്ങനെ സിനിമയിലേക്ക് വരുന്നത് ഷോർട്ട് ഫിലിമൊക്കെ ഇപ്പോൾ സുനിൽ എടുത്തിട്ടുള്ള കുറച്ച് ഷോർട്ട് ഫിലിം, പിന്നെ ശിവപ്രസാദ്, അങ്ങനെയാണ് എനിക്ക് വരുന്നത്. പിന്നെ നമ്മൾ വലിയ സ്ക്രീനിലേക്ക് എത്തുന്നത് മറ്റേ തൃശ്ശൂർ പേര് ക്ലിപ്തം എന്ന് പറഞ്ഞിട്ടുള്ള അതിലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഒറ്റ കുത്തുപാസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടാണ് അവിടെ. പിന്നെ അവിടെ ഒരു ഷോർട്ട് ഫിലിം വീണ്ടും മറ്റേ രാഘവൻ എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഫിലിം, രാഹുൽ എന്ന് പറഞ്ഞൊരു പയ്യൻ, അവൻ പിന്നെ മിഥുൻ മാനുവലിന്റെ അസോസിയേറ്റ് ആയിട്ട് മാറി. അവനാണ് ഇതിലേക്ക് 5-ാം പാതിലേക്ക് വിളിക്കുന്നത്. ആ വിളിയും പിന്നെ മിഥുനും ഞാനായിട്ട് കുറച്ചും കൂടി അടുത്തു. അപ്പോൾ എനിക്കിതിൽ കൂടി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നമുക്കറിയില്ല, എങ്ങനെയാണ് പറ്റുമെന്ന് നമുക്കറിയണ്ടായിരുന്നു. അപ്പൊ മിഥുൻ പിന്നെ അവന്റെ ഫിലിമുകൾക്ക് വിളിച്ചു തുടങ്ങി. അപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യം, ഈ കൊറോണ കാലത്ത് അർദ്ധരാത്രി കൂടെ OTT വേണ്ടി ചെയ്യാൻ വിജയ് ബാബു പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ OTT വേണ്ടിയാണ് ചെയ്തത്. അപ്പം ഞാനത് ഇവിടുന്ന് തൊടുപുഴ എത്തി. തൊടുപുഴ ഒരു കുളത്തിലിറക്കിയിരുന്നു. അപ്പോൾ അജു വർഗീസും ഇന്ദിരാട്ടനും കൂടിയാണ് അതിനെ കുളത്തിലിറക്കിയിട്ട് ചോദ്യം ചെയ്യണത്. ഒരു സാധനം കളവ് പോയിട്ടുണ്ട്, ഞാനല്ല ചെയ്തത്, പക്ഷെ എന്നോട് ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ അറിയാം, ഇയാൾ പെൻഷൻ പറ്റിയ കളനാണെന്നുള്ള രീതിയിൽ അങ്ങനെ ചോദിച്ചറിയാം. പക്ഷെ തണുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തണുത്ത് എനിക്ക് ഡയലോഗ് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഈ മറ്റൊരു പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇതടിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇന്ദിരാട്ടൻ പറഞ്ഞു ആളെ കേട്ടിട്ട് ചായ കൊടുത്തിട്ട് ചെയ്യും എന്നിട്ട് ഇറങ്ങി. പിന്നീട് ഇറങ്ങിയപ്പോൾ ഞാൻ ഡയലോഗ് അങ്ങനെ പറയണ്ട, അവര് പറഞ്ഞു തരും, അപ്പൊ പറഞ്ഞാൽ മതി. അങ്ങനെ വീണ്ടും തണുക്കും. അങ്ങനെ അതാണ് എനിക്ക് ഇന്ദിരാട്ടനെ കണ്ടിട്ടുള്ള ഒരു പരിചയം. അല്ല, ഓർമ്മ മാഞ്ഞു പോയിട്ടില്ല, പരിചയം.
പിന്നെ ആളുടെ ആത്മകഥ ഇപ്പോൾ മാതൃഭൂമിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മിഥുൻ അങ്ങനെ പറഞ്ഞപ്പോഴാണ് പിന്നെ മിഥുൻ അടുത്ത ഓസ്ലറിൽ ഒരു ക്യാരക്ടർ തരുന്നു. അപ്പോൾ അതും വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് വിശ്വാസം. അങ്ങനെയാണ് കുറച്ചും കൂടി ചെയ്യാൻ പറ്റുന്നതാണ് മറ്റേ സിനിമ വിഷ്ണുവിന്റെ ഭരതൻ, വിഷ്ണു ഭരതന്റെ അജു വർഗീസ് ഒക്കെ അഭിനയിച്ചിട്ട് പടം ഫീനിക്സ്. ഫീനിക്സിലൊരു ത്രൂ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അല്ല, ഈ നന്നായി അഭിനയിക്കാൻ പറ്റണമെന്ന് വെച്ചാൽ ഇവന് പലപ്പോഴും നമ്മള് ഞാനൊക്കെ അഭിനയിക്കുന്ന നാടകത്തിന്റെ അവിടെ സ്റ്റേജിന്റെ അവിടെ ഇങ്ങനെ പഞ്ഞിന്ന് ഇങ്ങനെ നോക്കുവാൻ എങ്ങനെ അഭിനയിക്കുന്നത്, അത് പണ്ട് തുടങ്ങിയുള്ള ശീലം. അത് അങ്ങനെ അഭിനയിക്കാതിരിക്കാന്ന് നോക്കുന്നത്. അഭിനയിക്കാതിരുന്നാ മതി. സുനിലേട്ടൻ നിങ്ങളെ ഈ നാടകത്തിന്റെയും അല്ലെങ്കിൽ ടെലിഫിലിമിനൊക്കെ ഒരു നെടുന്തൂണായിട്ട് പ്രവർത്തിച്ചെന്ന് പറഞ്ഞു. ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും ആളെ കൊണ്ട് സഹായം ഉണ്ടായിട്ടുണ്ടോ? ആരെ കൊണ്ട്? സുനിലേട്ടനെ കൊണ്ട്. സൂനിയെ കൊണ്ടുള്ള സഹായം സുനിൽ അങ്ങനെ അവസാനം നമ്മൾക്ക് സൂനിയോട് കൂടെ ഒരു അസൂയ എന്ന് പറയുന്നത് വെച്ചാല് മറ്റേ ഇങ്ങനെ വന്ന് തമിഴിലേക്ക് കയറി മെയിൻ വില്ലൻ ശരത് കുമാർ എന്ന് പറയുന്ന ആക്ടറെ നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ്. ആളുടെ വിവിധമുള്ള ഒരു വില്ലനായിട്ട് ചെയ്യാൻ പറ്റി, അത് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റി. മാത്രമല്ല സുനിയായിട്ടും കുറച്ചും കൂടി തമിഴ് പറയാൻ പറ്റുന്ന എനിക്കാണ്. ഞാനിങ്ങനെ ആലോചിക്കുന്നു, എനിക്കെന്താ തമിഴ് പോകാൻ പറ്റുന്നില്ല. അപ്പൊ സുനിൽ ഡബ് ചെയ്ത് സ്വന്തമായിട്ടാണോ? അതെ. അല്ല, മറ്റേ വലിയ ഡബിങ് ഇല്ല, പുറത്തൊഴിലെ വലിയ ഡയലോഗും അത് അവര് വേറെ ആരോ ചെയ്യുന്നു. രണ്ടാമത് ഇപ്പൊ ഇറങ്ങിയ പടം ബ്ലഡി ബഗറില് ഞാനാ ചെയ്തിരിക്കുന്നത്. ഭാഷ ഒന്നും പ്രശ്നമായി തോന്നിട്ടില്ല? ഭാഷ ഇല്ലേ, നമ്മൾ പഠിച്ചിട്ട് ചെയ്യും, അവര് ഹെൽപ്പ് ചെയ്യുമല്ലോ. ഭാഷ എനിക്ക് അങ്ങനെ ഭയങ്കര ഫ്ലുവന്റ് തമിഴൊന്നും ഇല്ല. നമ്മൾ എല്ലാ മലയാളികളും സിനിമ കണ്ടിട്ടുള്ള പരിചയം അങ്ങനെ ഒരു. അല്ല, സുനി ഇങ്ങനെ ഡിഫറെന്റ് ക്യാരക്ടർ, അത് നമുക്ക് ഉള്ളിലൊരു പ്രചോദനമാണ് ഈ സാധനം. നമുക്ക് കുറച്ച് അപ്പൊ നമുക്കറിയാം, എന്നെ സംബന്ധിച്ച് എനിക്കൊരു കാര്യം അറിയാം, മറ്റേ നമ്മൾക്ക് എൻ്റെ രൂപത്തിലും കൊള്ളാവുന്ന ഒരു ക്യാരക്ടറിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് മറ്റൊരിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ അതിന് പിന്നെ നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് പ്രധാനം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, രാംകുമാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, കാരണം ക്യാരക്ടർ തന്നിട്ടുണ്ടാകുമല്ലേ. അപ്പൊ നമുക്ക് പിന്നെ അതിന്റെ പ്രത്യേകിച്ച് പരിശീലിക്കേണ്ട കാര്യമില്ലാന്ന്. ചെയ്തിട്ടൊരു നാടകത്തിലേ ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന ക്യാരക്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡിസ്കോ ഡാൻസർ ആയിട്ടല്ലേ ആ പാട്ടിനെ വെച്ചിട്ട് മറ്റേ ഡിസ്കോ ഡാൻസർ മിഥുൻ ചക്രവർത്തി അല്ല, അതിനുവേണ്ടി പണിയെടുത്താ. ഞങ്ങളൊക്കെ റിഹേഴ്സൽ കഴിഞ്ഞ് ബ്ലാക്ക് ബോക്സിൽ നിന്ന് പോകുമ്പോഴും ഇങ്ങോട്ട് ആ പാട്ട് വെച്ചിട്ട് ഒറ്റയ്ക്ക് നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്യും. പേടിയായിട്ട് ശരിയാക്കണ്ട, രണ്ടുപേരാണ് നമ്മുടെ ഇല്ലാണ്ടാക്കും. സഹായത്തിന്റെ കാര്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം, അതായത് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതിനാണ് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ സഹായം എന്ന് ഞാൻ വിചാരിക്കും. പിന്നെന്ന് വെച്ചാല് എനിക്കും രാജനൊക്കെ പേഴ്സണലി നല്ല സഹായം തന്നെയാണ്. പേഴ്സണലി ഞാൻ ചോദിച്ചാൽ ചിലപ്പോ സിനിമയില് ഇപ്പൊ നല്ല ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോ പെട്ടെന്ന് ഒരു ഡയറക്ടർ ചോദിക്കണം, നമുക്കൊരു അത് നമ്മൾ ആരും റെക്കമെൻഡ് ചെയ്തിട്ടില്ല, അവരും കൂടെ ചോദിക്കും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ. ഒരുപാട് ഞാനല്ല, എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കണം. നമ്മളെപ്പോഴും ആളുകളോട് പറയാറുണ്ട്, ഈ ഡയറക്ടറോട്, ഈ നാടകത്തിലുള്ള ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്ന് ചാൻസ് ചോദിക്കില്ല, നിങ്ങളാ പോയിട്ട് സെർച്ച് ചെയ്യണം. ഞാൻ പണ്ടൊക്കെ രാജനോട് ഇതെന്ന് പറയുമ്പോൾ രാജൻ പറയാം അവരോട് ഇങ്ങോട്ട് വരാനൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ രാജനൊക്കെ ഉദാഹരണം കാണിക്കാൻ, അല്ലെങ്കിൽ വേറെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അപ്പൊ അവരെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ കാണാൻ പറയുന്നത് അത് തമാശക്ക് പറയണം. എന്നാലും നമുക്ക് ഞാനും പോയിട്ടില്ല, കാരണം നമുക്കൊരു ചെറിയൊരു ഇൻഹിബിഷൻസും കാര്യങ്ങളും പോയി ചമ്മലും കാര്യം ചിലവരുണ്ട് നമ്മുടെ ഒപ്പം ഉണ്ടാകുന്ന ചിലർ. അന്ന് ചില പേരൊന്നും പറയാൻ പറ്റില്ല, അന്ന് കയറി ചാൻസ് ചോദിക്കുന്ന ആൾക്കാർ അവരിപ്പോഴും ചാൻസ് ചോദിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ പലപ്പോഴും ഞാൻ പറയും, നിങ്ങൾ എപ്പോഴും നാടകത്തിലൊക്കെ ഒരുപാട് ടാലന്റ് ഉള്ള ആളുകളുണ്ട്, നിങ്ങൾ അവിടെ പോയിട്ട് അവരെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അവരെ ഓഡിഷൻ നടത്തിയിട്ടൊക്കെയാണ്. പക്ഷെ ഇപ്പൊ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. തിയേറ്ററിൽ നിന്നും ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളൊക്കെ അവര് പ്രത്യേകിച്ച്. പിന്നെ ഈ ഷോർട്ട് ഫിലിമുകളും വ്യാപകമായിട്ട്. ഞങ്ങളോട് ഇപ്പോ എന്നോട് പ്രാവലുള്ള സമയത്താണ് മറ്റേ മരണമാസന്റെ ഡയറക്ടർ ശിവപ്രസാദ് അവൻ പറഞ്ഞ്, നിങ്ങൾ എവിടെയെങ്കിലും പോയി ഷോർട്ട് ഫിലിം ചെയ്തോ, കാശ് കിട്ടണോ കിട്ടാത്ത നോക്കണ്ട, ഇതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. ഷോർട്ട് ഫിലിമുകൾ നാട്ടിൽ മുഴുവൻ ഞങ്ങൾ കാണുന്നുണ്ട്. ഈ മീഡിയാസ് ഒക്കെ വന്നത് ഭയങ്കര ഉപകാരപ്രദമാണ്. ചിലപ്പോ ഞങ്ങൾക്ക് ഉപകാരമായിരിക്കും. വേറൊരാള് കാണുന്നത്. അപ്പൊ ഞാനിപ്പോ ഇപ്പൊ മധുരമനോഹരമാകുന്ന സിനിമ എനിക്ക് വിളിക്കുന്നത് ജുബിൻ എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ അസോസിയേറ്റ് ആണ്. അയാൾ ഞാൻ ചെയ്തിട്ടുള്ള ഒരു പൈലോക്കാന്ന് ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് ആളെ എന്നെ വിളിക്കുന്ന ആള് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മറ്റേ പൈലോക്കാന്റെ ഡയറക്ടർ ബിബിന്റെ നമ്പർ മേടിച്ചിട്ട്. അതേപോലെ തന്നെ അതിന് ശേഷം ഞാൻ കൊണ്ടലെന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു ടപ്പയുടെ. ആ പടത്തിലേക്കും അയാൾ വിളിക്കുന്നതും ഈ പൈലോക്കാന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം കണ്ടിട്ട് തന്നെയാണ് അതിന്റെ ഡയറക്ടർ നേരിട്ടിട്ട് എന്നെ വിളിക്കുന്നത്. ഷോർട്ട് ഫിലിമിനാണ് ചെറുതായി കാണാനൊന്നും പറ്റില്ല. ഇപ്പൊ പ്രാവുകൂടി ഷാപ്പ് എന്ന് പറഞ്ഞ ആ സിനിമ ചെയ്തിട്ടുള്ള ശ്രീരാജ് ആദ്യം ചെയ്തിട്ടുള്ള തൂമ്പ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം
ഈ കൊറോണ കാലം എങ്ങനെയായിരുന്നു ശരിക്കും? കൊറോണ കാലത്ത് നമുക്കത് ഗുണം ചെയ്തോ അല്ലെങ്കിൽ ദോഷം ചെയ്തോ? ചിലർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മീഡിയ, സോഷ്യൽ മീഡിയ കൂടെ കുറെ സംഭവങ്ങൾ ഈ പറഞ്ഞ മാതിരി ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുള്ള കുറെ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത് നിങ്ങളെ 4 പേരും? കൊറോണ കാലത്തൊന്നും ചെയ്യാനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറെ സിനിമ കാണാൻ പറ്റി എന്നുള്ളതൊക്കെ. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കൊറോണ പറ്റി. കാലത്ത് നമുക്ക് പറ്റിയിട്ടുള്ള ഞാൻ കുറെ സൗഹൃദങ്ങളൊക്കെ വെറുതെ ഇരിക്കുമ്പോഴല്ലേ പണ്ടത്തെ ആളുകളൊക്കെ വിളിച്ചു നോക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ അവരും വെറുതെ ഇരിക്കുകയാണ്, നമ്മളും വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ അത്തരം ചില സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, കൊറോണ കാലത്ത് കുറെ ഗായകരൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അന്ന് ചില കാര്യങ്ങൾ ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങുക, അങ്ങനത്തെ ചില കാര്യങ്ങൾ, പിന്നെ കൂട്ടായിട്ട് എല്ലാവർക്കും കൃഷി ചെയ്യുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നു നമ്മള്. അതില്ല. കൊറോണ എല്ലാവർക്കും നഷ്ടം വരുത്തി എന്ന് പറഞ്ഞാലും ചിലർക്ക് ഉപകാരപ്രദമായിരുന്നു. ചിലർക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്, അവരുടെ ജീവിതം തന്നെ മാറി. എന്തായാലും നമുക്കൊരു വേറൊരു പാർട്ടിയിലേക്ക് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കടന്നുണ്ട്, മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ. ഫ്രഷായിട്ടാണ് പോണതല്ലേ? ഞാൻ ആ സമയത്ത് കൊറോണ സമയത്ത് നമ്മള് വേറൊരു കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു. ഇപ്പോ ഊരാളി ബാൻഡ് എന്ന് പറയുന്ന അവിടെയായിരുന്നു. അപ്പൊ അതുവരെ നമുക്ക് മ്യൂസിക്കായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. നാടകത്തിൽ വെക്കുന്ന മ്യൂസിക് കേട്ടിട്ടുണ്ട്, വേണമെങ്കിൽ റേഡിയോ 2 പാട്ട് കേട്ടിട്ടുണ്ട്, പൂർണ്ണമായിട്ടുണ്ടാകും. പിന്നെ അവിടെ എത്തിപ്പെടും നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോരാൻ പറ്റുണ്ടായി. വീട്ടിലും കൊറോണ നടക്കാൻ പറ്റുന്നില്ലേ, പുറത്തേക്ക് ഇറക്കണമെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് വേണം. ഇതൊക്കെ അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി മ്യൂസിക് തരും. തമിഴ് പാട്ടാണ് തമിഴ് ഭാഷയായിട്ട് ബന്ധപ്പെട്ടോ? അവർക്കും നമ്മള് അല്ല, തമിഴ് ഭാഷ കൂടുതൽ ഞാനുണ്ടോ രാജേട്ടന്? ഞാനല്ലേ അത്യാവശ്യം പഠിക്കത്തറി. അല്ല, ചിലപ്പോ ഇത് കണ്ടിട്ട് തമിഴ് സിനിമ വന്നാലോ ധൈര്യമുണ്ട്. തമിഴാന്ന് അദ്ദേഹം പറയുന്ന ആള്, ശരിക്കുള്ള അദ്ദേഹത്തിന് ആ വിശ്വാസമുള്ള തമിഴ് തമിഴാന്ന് വിചാരിച്ച് ചെയ്യുന്ന ആള്. പക്ഷെ നല്ല ബുദ്ധിയുണ്ട്. അപ്പൊ നമ്മള് ഈ ഊരാളി ബാൻഡില് പാട്ടുകളൊക്കെ എഴുതാൻ പറഞ്ഞു. അവര് ദിവസവും ഇതിന് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മളിങ്ങനെ എഴുതാൻ തുടങ്ങി. അപ്പൊ അത് ശരിയാണോ എന്നറിയില്ല. പക്ഷെ അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം വെച്ചാല് നമ്മൾ പറയുന്ന വരികള് മ്യൂസിക്കലി അവര് പാടി കാണിച്ചു തരാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയി. നമ്മൾ 2 അക്ഷരം പോയി അത് കയറി പറഞ്ഞൊരു പാട്ടാവുന്നുണ്ടല്ലോ അങ്ങനെ കേട്ടിട്ടുള്ള ആ ഒരു സംസർഗം കൊണ്ട് ഗായകനല്ലെങ്കിലും ഒരു 2 വരി ഊരാളിയുടെ ബാൻഡ് പാട്ട് പാടാൻ പറ്റൂല്ലേ? അനുഭവം വെച്ചിട്ട്. അപ്പൊ നമ്മൾ ആദ്യം അവർക്ക് ചെയ്തത് ഒരു തമിഴ് ആണ്, ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു. അപ്പോൾ അതൊരു പയനം എന്നാണ് നമ്മൾ അതിന്റെ പേരിട്ട് കൊടുത്തത്. തമിഴിൽ പയനം എന്ന് പറഞ്ഞാൽ യാത്ര എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ആ പാട്ട് ഇങ്ങനെയാണ്. ഞാൻ പറ്റാവുന്ന പോലെ அங்கே இங்கே எங்கே எங்கே போகும் வழிகள் கால்கள் அழைக்கிறதே, மேலே 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 ஆனத்துக்கும் மேலே நட்சத்திரம் சிரிக்கிறதே, வாழ்வில் இன்பம் வரவென்றால் வாழ்வில் துன்பம் செலவாகும், மிச்சம் மீறி கனவிருக்கும், நினைவுகள் மறைவதில்லை, நட நட காலே நட நட நீயும் பயணம் முடிவதில்லை, நட நட காலே நட நட நீயும் பயணம் முடிவதில்லை, தேடி 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 பாரு கனவுகள் அழிவதில்லை, இன்னும் கனவுகள் அழிவதில்லை. നല്ല മനോഹരമായിട്ടുള്ള പാട്ടാണ്. പാട്ട് പാടാൻ ഭാഷയും പാട്ടും വഴങ്ങുന്ന തമിഴ് അറിയാത്ത ആളാന്ന് പറയുന്നില്ലല്ലോ. തമിഴ്നാട്ടിലുണ്ടായിരുന്നു. ഫാൻ ഹില്ല് ഒരു 6 മാസം മറ്റേ നിത്യചൈതന്യ നടന്നിട്ടുള്ള ഒരു ആശ്രമം അവിടെ ഫാൻ ഹിൽ ഊട്ടിയിലെ ബസ്സിൻ്റെ അവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ട്. പിന്നെ പൊള്ളാച്ചിയിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കൈത്തൊഴിൽ പഠിക്കുന്നത്. ചേട്ടൻ അവിടെ വർക്കില്ലായിരുന്നു. അപ്പോൾ ആളുടെ കൂടെ കുറച്ച്. അപ്പൊ നമ്മള് മലയാളീസിന്റെ ഉള്ളിലായ കാരണം പുറത്തേക്കൊന്നും അങ്ങനെ. അപ്പൊ ഈ ബോർഡ് ഇംഗ്ലീഷിലുള്ള ബോർഡും അത് എഴുതാനും വായിക്കാനൊക്കെ അറിയോ? വായിക്കാനറിയാം, എഴുതാനറിയില്ല. നമ്മുടെ അശോകൻ പറയുന്നത് ഞാൻ പറയണ പോലെ പത്രമൊക്കെ പഠിക്കാം. പക്ഷെ ആ അക്ഷരം ഇതാണെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. അപ്പൊ നിങ്ങൾ മൊത്തം ശരിക്കും പറയുകയാണെങ്കിൽ നാടകമായിട്ട് ഇന്ത്യ ഒട്ടുക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. പിന്നെ പുറത്തൊക്കെ പോയിട്ടുണ്ട്. ഇന്ത്യ വിട്ട് പുറത്ത് പോയിട്ടില്ല. ഇന്ത്യ വിട്ട് പോയിട്ടുണ്ട്. ഇന്ത്യ വിട്ട് പോയിട്ട് ഞാൻ വയലാശാരന്റെ നാടകം ഞങ്ങളുടെ ആദ്യ യാത്ര ഭയങ്കര രസകരമായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചുള്ളത്. അപ്പൊ ആ യാത്രയില് രാജൻ ശരിക്കും ഇല്ല.
രാജല്ലേ ശരിക്കും രാജ ഇങ്ങനെ സെറ്റ് പണി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളോട് സഹായിക്കും. ഞാൻ അഭിനയിക്കുന്നുണ്ട്, സുനിസൂദ് അഭിനയിക്കുന്നുണ്ട്, രാമൻ അഭിനയിക്കുന്നുണ്ട്, രാജനില്ല. സെറ്റ് പണിക്കാരനെ കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ സെറ്റ് പണിക്കാരനെ കൊണ്ടുപോകാനുള്ള ഓപ്ഷനും ഇല്ല. അങ്ങനെ ഞങ്ങള് ഇവിടുന്ന് കേരള എക്സ്പ്രസിനാണ് നമ്മൾ പോണത്, ഡൽഹിക്ക് പോണത്. അങ്ങനെ രാജൻ ഇതേമാതിരത്തുള്ള ഡ്രസ്സില് റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് സാധനങ്ങളൊക്കെ കയറ്റി ഈ വേഷം സ്ഥിരം ഇങ്ങനെ തന്നെയാണ്. അത് ബുദ്ധിജീവിയാണുള്ള ഒരു തരം ത്വരയണത്. അവൻ രാജൻ ഈ സാധനങ്ങളൊക്കെ കയറ്റി വന്നു, കയറ്റി. അപ്പൊ നമുക്കാകെ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്നാലും രാജില്ല, നമുക്ക് ചെറിയൊരു സങ്കടമാണ് നമുക്ക്. അപ്പൊ ഞങ്ങള് നീ വരുന്നുണ്ടാന്ന് ചോദിച്ചു. അല്ല ടിക്കറ്റ് ഒന്നും എടുത്തില്ല. ശരിക്കും ടിക്കറ്റ് എടുത്തല്ല, കാരണം അവരുടെ ടിക്കറ്റ് ഒന്നും വേണ്ട, നീ കയറിക്കോന്ന് പറഞ്ഞു. അല്ല ശരി വലിച്ചു കയറ്റി നമ്മള് ട്രെയിനിലേക്ക് വലിച്ചു കയറ്റിയ ആളോടെ. അപ്പൊ ശബരിമല സീസൺ ആയിരുന്നു. അപ്പൊ വിളക്ക് കഴിഞ്ഞിട്ട് നമുക്ക് റിസർവേഷൻ ടിക്കറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഇരിക്കാനൊന്നും പറ്റണില്ല, ഭയങ്കര തിരക്കും. ഈ ആന്ധ്രയിൽ നിന്നുള്ള സ്വാമിമാരും മുഴുവൻ നമ്മള് ബുക്ക് ചെയ്ത കമ്പാർട്ട്മെന്റിൽ കയറി കുത്തിരിക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ റിസർവേഷൻ ഉള്ളത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഞങ്ങളെല്ലാവരും ഇവിടുന്ന് സെറ്ററും കാര്യങ്ങളൊക്കെ കാരണം തണുപ്പിന്റെ സീസണല്ലേ, ഡൽഹി അല്ലേ. അപ്പൊ നമ്മള് മുൻകൂട്ടി കണ്ടിട്ട് നമ്മളെല്ലാതും. രാജൻ അപ്പോഴും ഈ വസ്ത്രത്തിലാണ്, ഇതിലാണ്. അപ്പൊ നമ്മളിങ്ങനെ പറയണ്ടോ, അയ്യോ ഈ ആന്ധ്ര എത്തുമ്പോഴേക്കും അന്ന് സ്ലീപ്പറിലല്ലേ യാത്ര ചെയ്യുന്നത്, സ്ലീപ്പറിലാണ്, എ സിയിലല്ലേ യാത്ര ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആന്ധ്ര ചെയ്യുമ്പോൾ നമുക്കറിയാം നല്ല തണുപ്പുണ്ടാവുന്നത്. എന്താ ആവും രാജന്റെ അവസ്ഥ. ഇപ്പൊ എന്ത് ചെയ്യുക, വേറെ പോയിട്ട് ഒന്നും മേടിക്കാൻ പറ്റില്ലല്ലോ, തണുപ്പ് കയറ്റുമ്പോൾ രാജൻ തവിടുകൂടിയാവുന്ന നമ്മളിങ്ങനെ ആലോചിച്ച് നിൽക്കാം. ആന്ധ്രയില് എത്തിയപ്പോഴേക്കും സ്വാമിമാരൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഞങ്ങളിരുന്ന കമ്പാർട്ട്മെന്റിൽ, ഞങ്ങളിരുന്ന ആ സ്ഥലത്ത് മുകളിൽ ഏതോ ഒരു സ്വാമി കൃത്യം ഒരു ബാഗ് വെച്ചിട്ടുണ്ട്. ഒരു ബാഗ് മറന്നു വെച്ച് പോയി. അത് ആള് മറന്നു വെച്ച് പോയി. അപ്പൊ നമുക്ക് മനസ്സിലായി സ്വാമിയാരാണ്. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് അത് നമ്മുടെ ആകെ നമ്മള് ഒരു കൗതുകത്തിന്റെ പുറത്ത് പരിശോധിച്ചു. വേറൊന്നുമില്ല ബാഗിൽ. രാജന് ആവശ്യമുള്ള കമ്പിളി, സെറ്റർ, ഗ്ലൗസ് ഒക്കെ കൃത്യ രാജന് ആവശ്യമുള്ളത്. ഏകദേശം മങ്കി ക്യാപ്പ് ഒക്കെ രാജന് ആവശ്യമുള്ളത്. ഞങ്ങളെ സെറ്റപ്പിലുള്ള രാജൻ ഡൽഹിയിൽ അത് സുരേഷ് ഒരു ഭയങ്കര അനുഭവല്ലേ. അപ്പൊ അന്ന് പ്രാർത്ഥിച്ചിരുന്നോ ഇങ്ങനെ തണുപ്പ് കിട്ടാൻ എന്തെങ്കിലും കിട്ടണേ, ദൈവം കൊണ്ട് കൊടുക്കാൻ ചിലപ്പോ മനസ്സിലായില്ലേ രാജനെ. അപ്പൊ ഈ വേഷം അങ്ങനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടില്ലേ, ഗുണം ചെയ്തിട്ടില്ലേ? അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളില് വലിയ ദോഷം ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ദോഷം ചെയ്തിട്ടുള്ള ഒരു അനുഭവം വല്ലതും ഉണ്ടോ? ദോഷം ചെയ്തിട്ടുള്ളത് നമ്മളെ വെറുതെ പോലീസുകാരെ പിടിക്കും. ഈ കള്ളിമുണ്ടെടുത്തവരൊക്കെ പോലീസുകാരെ പിടിക്കുമല്ല, പ്രത്യേകിച്ച് നമ്മുടെ ലുക്കും കൂടിയുണ്ട്. പിന്നെ നമുക്ക് വേറെ കുറ്റം ചേർത്താനൊന്നും പറ്റില്ല, വേണ്ടല്ലോ. ഞാനും വെറുതെ ഒരു അപ്പൊ വീഡിയോ വലിച്ചാൽ പോകുന്നത് നമ്മൾ വലിക്കുന്ന ആളാണ്. അപ്പൊ നമ്മള് മറ്റേ പ്രൂഫ് നോക്കി കഴിഞ്ഞിട്ട് ഇറങ്ങാണ്. അപ്പൊ വീഡിയോ തരാൻ നിൽക്കുന്നുണ്ട്, വലിക്കും. ഞാൻ അത് നോക്കട്ടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അവൻ അല്ലേ പോലീസുകാരെ ഒന്ന് പിടിച്ചു, അവന്റെ കയ്യിൽ വീടിയിരിക്കണ. അപ്പൊ എന്തോ ചോദിച്ചു. അപ്പൊ പോലീസുകാരൻ നീയല്ല അവന് കൊടുത്തത്, എന്നെ പിടിച്ചു കൊണ്ടുപോയി. അങ്ങനെ പല സ്ഥലത്തും അങ്ങനെ ഉണ്ടാവാറുണ്ട്. നമ്മൾ കാണുന്ന സമയത്ത് ഇയാളൊന്നും, കാരണം വെച്ചാൽ വേറെ പ്രത്യേകിച്ച് ആൾക്കാർ പറഞ്ഞ് വിശ്വസിക്കില്ലോ, ഇയാള് ഒന്ന് മോഷ്ടിച്ചു അല്ലെങ്കിൽ അടി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് വിശ്വസിക്കും. മറ്റുള്ളവർ അങ്ങനെയല്ലല്ലോ. ആ കാരണം അങ്ങനെ തയ്യാറായിട്ടില്ലല്ലോ, വിഷം മാറാൻ തയ്യാറാവില്ല. നമ്മുടെ ഒരു ഐഡന്റിറ്റി ഇതിലുണ്ടായിട്ട് വേറെ തമാശ ഒരു ബ്രിജിത്ത് എന്ന് പറഞ്ഞൊരു പപ്പറ്റേർ ഉണ്ടായിരുന്നു, ഫ്രാൻസിൽ നിന്ന് വന്നിട്ടുള്ളതാ. അപ്പൊ അവരുടെ കൂടെ നമ്മള് അവരൊരു വട്ടം വന്നിട്ട് ഫസ്റ്റ് സമയം ഇവരൊക്കെ കൊണ്ടുപോയിട്ട് മോട്ടോർ ഓണിന്റെ ടൂർ നടത്തിയിട്ടുണ്ടായിരുന്നു പപ്പറ്റ് ഷോ. രണ്ടാമത്തെ ഷോയിൽ ഞാനും രാജേട്ടനും അഭീഷ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ ഡൽഹിയില് മറ്റേ ഡൽഹി ഹാബിറ്റാറ്റ് സെന്ററിൽ ഇന്റർനാഷണൽ മറ്റേ പപ്പറ്റ് ഷോ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുക. 10 ദിവസം ഉണ്ട്. ഞങ്ങളുടെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം അങ്ങനെ ഞങ്ങളുടെ ഷോ. ഞങ്ങൾ ചെല്ലുമ്പോ ഞങ്ങളെല്ലാവരും കടന്നു, എല്ലാവരും പോയി രാജേട്ടനെ കാണാൻ. ഞങ്ങളെല്ലാവരും കടന്നു പോയി രാജേട്ടനെ കാണാല്ലേ നോക്കി. പക്ഷെ കുരിയാൻ പിടിച്ച് ഇത് 10 ദിവസം നമുക്കവിടെ സ്റ്റാൻഡ് ഷോ കാണാൻ പോകും. 10 ദിവസവും രാജേട്ടൻ രാജേട്ടനെ വിളിക്കും. ഞാനും വിളിക്കും, കുറച്ചും അടുത്ത സിനിമ നിങ്ങൾക്ക് 4 പേർക്ക് സുഹൃത്തുക്കളാണോ? അതല്ല ഇതിന്റെ അല്ല, ഇത് ഞാൻ ചോദിച്ചത് ഈ ഇഫക്ട് ചിലപ്പോ അതിന് ബാധിക്കും. 4 പേരും കൂടിയ ഇനി ഒരു സിനിമയ്ക്കുള്ള യാത്രകൾക്കിടയിൽ സംഭവിക്കും എന്നുള്ളത്. അല്ല ഇതുപോലെ അപ്പൊ പപ്പറ്റിയർ എന്നുകൊണ്ട് ഒരു ഇതേപോലെ രാത്രി പോകുമ്പോ പോലീസ് എന്താ പണി വെച്ചു രാജ പറഞ്ഞ പപ്പറ്റിയറാണ്. പപ്പറ്റിയർ അങ്ങനെ ഗുണം ദോഷമൊക്കെ ഉണ്ടായിരുന്നു.
അപ്പൊ എന്തായാലും നിങ്ങൾ എത്ര പ്രശ്നങ്ങളും ത്യാഗങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായാലും ഒരുമിച്ച് തന്നെ നിൽക്കും എന്നുള്ള ഒറ്റ തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോയി. അല്ല ഇനിയിപ്പോ അതിന് വലിയ ഇപ്പൊ നമ്മൾ തല്ലുകൂടി കഴിഞ്ഞാൽ ഈ ബന്ധം ഉണ്ടാവില്ല. അല്ല നിങ്ങൾ 4 പേരാണ്, കുറെ ആൾക്കാരുണ്ട്. നിങ്ങളെ അറിയുന്ന കാരണം നിങ്ങൾ 4 പേരെ ഇരുത്തിയെന്നാണല്ലോ. നമ്മുടെ ഒപ്പം കുറെ ആളുകളുണ്ട്. അവരിപ്പോ ഇങ്ങനെ ലൈം ലൈറ്റിൽ വന്നില്ല എന്നാണല്ലോ. പക്ഷെ അതൊരു വലിയൊരു വികാരമാണ് കുറെ ആളുകളിലെ. ഒരുമിച്ച് പോകുന്ന കുറെ ആളുകൾ. ശരിക്കും ഒരു വലിയ യാത്രയാണ് ശരിക്കും. നാടകത്തിലൂടെ പോകുന്ന യാത്രയാണ് ശരിക്കും. സെൻട്രൽ തിയേറ്റർ എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ ഞങ്ങൾ ചേരുമ്പോ 50 പേരൊക്കെ ഉണ്ടാവും. എല്ലാ ബാച്ചിലും അങ്ങനെ വരും കുറെ ആളുകൾ. പിന്നെ അതിങ്ങനെ കൊഴിഞ്ഞു പോയിട്ട് ഇത്രയും കാലം നിൽക്കുന്ന ആളുകൾ ഒരുമിച്ച് പോകും. അത് എളുപ്പമല്ല നിൽക്കാന്ന് പറഞ്ഞാൽ. അത്ര ഒരു ഭയങ്കര നമ്മളൊരു അതിനോട് അത്ര പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് മുന്നോട്ട് പോകാൻ. തിയേറ്ററിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇപ്പൊ ഞങ്ങള് നാട്ടിൻപുറത്ത് നാടകം കളിക്കുന്ന സമയത്ത് നമുക്ക് ഡയലോഗ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ സെറ്റ് ഉണ്ടാക്കാൻ ചെയ്യാൻ തുടങ്ങാം. അപ്പൊ ആ സമയത്ത് മുഴുവൻ രാംകുമാറാണ് അതിന്റെ മെയിൻ ക്യാരക്ടർ ചെയ്യുക. പിശുക്കൻ, മറ്റേ കാവൽക്കാർ. ഇപ്പൊ സെൻട്രൽ ക്യാരക്ടർ നന്നായിട്ട് ഡയലോഗ് പറയാനും പറ്റും. നമുക്ക് ആ സമയത്തൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ട് ഡയലോഗ് പറയാൻ പറ്റും. അത് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന വിചാരിച്ചത് പ്രാവൻകുടി ഷാപ്പ്. അതിന്റെ ഇപ്പൊ ഞാൻ അതിന്റെ ഗുണം അല്ലെങ്കിൽ ആ ഒരു പ്രൗഢി നമുക്ക് രാംകുമാറും കാണാനുണ്ട്. നേരത്തെ പറഞ്ഞു തമ്മില് ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ആ സിനിമയില് അല്ല 1-2 സീനിൽ വരുന്നുണ്ടല്ലോ. ഒരുമിച്ച് ഇറങ്ങി വന്ന് ഇങ്ങനെ ചോദിക്കുന്നതും എന്താണെന്നൊക്കെയുള്ള സംഭവങ്ങളില്ലേ, അത് നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിൽ അത് പ്രതിഫലിക്കും ശരിക്കും. ഒരു ചെറിയ സീനാണെങ്കിൽ കൂട്ടിട്ട് അങ്ങനെ കൊടുത്തിട്ട് ഉണ്ടാവില്ല. ഇവന്റെ ക്യാരക്ടർ എന്ത് ചെയ്യും, ഇവന്റെ ക്യാരക്ടർ എന്ത് ചെയ്യും, അതിനൊക്കെ ഇൻഡിവിജ്വലായിട്ട് അറിയുകയും ചെയ്യാം ഇവരെങ്ങനെയാണ്. നാടകത്തിൽ എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ നാടകം ചെയ്യുന്ന സമയത്ത് ഞാനും പ്രതാപനും ഒരു 19 നാടകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 10-40 നാടകത്തിൽ ഞങ്ങൾ ജോഡികളായിരുന്നു. അച്ഛൻ മോൻ, അമ്മ മകൻ, ഭാര്യ ഭർത്താവ്, കാമുകി കാമുകൻ, അളിയൻ അളിയൻ, അങ്ങനെ ഞങ്ങൾ ജോഡികളായിട്ട് 10-40 നാടകം അഭിനയിച്ചിട്ടുണ്ട്. ഒരുമിച്ച് അഭിനയിച്ചാൽ ഞങ്ങൾ ജോഡികളായിരുന്നു. ലോകത്ത് ചിലപ്പോ ഒരു നാടക ചരിത്രത്തിലും അങ്ങനെ ഡയലോഗ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാളും പങ്കുവെക്കും. ഡയലോഗ് ആയിരിക്കാം, രണ്ടാളും പങ്കുവെക്കും. അല്ല ഈ നാടകത്തിലത്തെ ഈ ഡയലോഗും നിങ്ങൾ ഈ നാടകങ്ങളിലൊക്കെ ഡയലോഗ് മുഴുവനായിട്ട് പഠിച്ചിട്ടാണോ ഈ നാടകങ്ങളൊക്കെ ചെയ്യാറ്? ചിലപ്പോൾ ഞാൻ ഈ പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ പറഞ്ഞ ബാക്കിൽ നിന്ന് പ്രോംപ്റ്റ് ചെയ്ത് അങ്ങനെയുള്ള രീതി ഒന്നുമല്ലോ നമ്മളിപ്പോ പൂർണ്ണമായിട്ട്. അപ്പൊ അത് സിനിമേനെ ഭയങ്കര സ്വാധീനിച്ചിട്ടുണ്ടാവില്ലേ? സുല്ലേട്ടാ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് സ്വാധീനിക്കില്ലേ? നമുക്കത് എളുപ്പമാണ്. പിന്നെ സിനിമയിൽ പോകുമ്പോൾ പലപ്പോഴും പുതിയതായി വരുന്ന ആളുകൾക്ക് ഇപ്പൊ ഇതേപോലെ ലൈറ്റ് ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണ് ആളുകൾ മുന്നിൽ. അത് നമുക്കതൊരു സന്തോഷമാണ്, ആളുകളുണ്ടല്ലോ കാണാൻ. അത് നമ്മുടെ ഈ നാടകം ഒരു എക്സ്പീരിയൻസ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിന്റെ സംഭവം മറ്റുള്ളവർക്ക് അവിടെ നിൽക്കുന്ന പ്രശ്നം, നമുക്ക് അത് നിന്നിരിക്കുന്ന പ്രശ്നം. കുറച്ചുകൂടി ആൾക്കാരുണ്ടെങ്കിൽ ഡയലോഗ് പറഞ്ഞിട്ട് നമ്മൾ അടുത്താടെ മുഖത്ത് നോക്കാം, ചിരിക്കണ്ടോ കുഴപ്പമുണ്ടോ. നാടകത്തിൽ അങ്ങനെ പറ്റില്ല. നമ്മളിപ്പോ ഓഡിയൻസിനെ കണ്ട് അഭിനയിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മള് പ്രതികരണങ്ങളുടെ അല്ലേ ഇതില്. സിനിമയ്ക്ക് അത് പറ്റില്ലല്ലോ. തിയേറ്ററിലൊക്കെ നിൽക്കുമ്പോ അങ്ങനെ തന്നെയാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴും നമുക്ക് ആൾക്കാരെ കാണാൻ തുടങ്ങും. പിന്നെ നമ്മള് ചെയ്ത മോണിറ്ററിൽ കാണാനും അങ്ങനെയൊക്കെ പറ്റില്ലേ? അത് മാറ്റങ്ങൾ വരുത്താനൊക്കെ ചെയ്യാൻ പറ്റുമോ നമുക്ക് സിനിമ? പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അല്ല ഇങ്ങനെ ഒരു ഇത് നമുക്ക് തൃപ്തിയില്ലെങ്കിൽ പറയാം. പ്രത്യേകിച്ച് നമ്മളൊരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളാണെന്ന് വെച്ചാൽ നമ്മളോട് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പറയാനുള്ള നമുക്ക് എപ്പോഴും ഒരു പരിഗണന ലഭിക്കും. അതൊരു ഇതാണ്, ഒരു പോസിറ്റീവാണ്. എന്തായാലും നമ്മള് ഇത്രയും നേരം ഇങ്ങനെ ഒരു വളരെ രസകരമായിട്ട് എനിക്ക് തോന്നുന്നു അല്ലേ? നിങ്ങളുടെ അനുഭവങ്ങളും യാത്രകളൊക്കെ പങ്കുവെച്ച് പുതിയ യാത്രകൾക്കൊക്കെ എല്ലാവിധ ആശംസകളും നേരെയാണ്. എന്തായിരിക്കും പുതിയ യാത്രകളിൽ നമ്മൾ അങ്ങനെ എക്സെപ്ഷൻ വല്ല ഉണ്ടോ? നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചിന്തകൾ ഇമ്മീഡിയറ്റ്ലി നമ്മളിപ്പോ പ്രതാപൻ ചെയ്യുന്ന ഒരു നാടകം ചെയ്യാനുള്ള അതിന്റെ ഒരു നാടകം ചെയ്തെടുക്കാൻ സംഘടിപ്പിച്ചെടുക്കാൻ വലിയൊരു തന്നെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സോഴ്സ് കണ്ടെത്തുക, അതിന് വേണ്ടി സാമ്പത്തികം കണ്ടെത്തുക, അത് ആളുകളുടെ മുന്നിൽ അത് വലിയൊരു ഇതാണ് തന്നെയാണ്. മത്സരത്തിലെ നിലവിളികൾ, മർമ്മരങ്ങൾ, ആക്രോശങ്ങൾ കൊണ്ട് നാടകം ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ആ നാടകം. അപ്പൊ ആ ഒരു സംഘാടനത്തിന്റെ അതാണ് ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി നടക്കുന്ന. വേറെ സിനിമ അപ്പാർട്ട് ഫ്രം സിനിമ അതാണ് ഇപ്പൊ നടക്കുന്നത്. ബയാൻ ഈ സിനിമയാണോ ഈ നാടകമാണോ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്?
അതൊക്കെ എത്രയോ അല്ല ഇപ്പൊ ചെയ്യാൻ പോകുന്ന തല്ലിപ്പൊളി നാടകം ഒരു സന്തോഷമൊന്നും തരില്ല, തല്ലിപ്പൊളി സിനിമയും തരില്ല, നല്ല ക്വാളിറ്റി. അതെ, എന്തായാലും നല്ല നല്ല സംരംഭങ്ങൾ ചെയ്യാൻ കഴിയട്ടെ 4 പേർക്കും, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാവർക്കും. ഇപ്പൊ 4 പേർക്ക് മാത്രമല്ലല്ലോ, നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ ഈ ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നതല്ലേ. ഒരുപാട് സന്തോഷമുള്ള യാത്രകളും അനുഭവങ്ങളും അതുപോലെ സിനിമകളും നാടകങ്ങളും ഒക്കെ തരട്ടെ. ക്രിയേറ്റീവായിട്ടുള്ള യാത്രകൾക്ക് ഒരുപാട് ആശംസകൾ നേരുകയാണ്. താങ്ക് യു. ഇതിനെ എത്തിച്ചേർന്ന താങ്ക് യു.